കൊച്ചി മെട്രോയുടെ തൂണുകൾക്ക് താഴെയുള്ള ഇക്കാണുന്ന മീഡിയനിലെ പ്രകൃതി സൗന്ദര്യത്തിന് ഇനി അധിക നാൾ ആയുസില്ല. കൊച്ചി മെട്രോ ഇവിടെ പരിപാലിച്ചു പോന്നിരുന്ന ചെടികളെല്ലാം പിഴുതുമാറ്റാൻ പോവുകയാണ്. പകരം ഇവിടെ ടൈൽ പാകി പരസ്യം നൽകാനാണ് തീരുമാനം. അതിനായി ടെൻഡർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മെട്രോ പാളത്തിന് താഴെ റോഡിലെ മീഡിയനിൽ മണ്ണിട്ട് നികത്തി 27 കിലോമീറ്റർ ദൂരം പൂന്തോട്ടമൊരുക്കി പരിപാലിക്കുമെന്നായിരുന്നു മെട്രോ നിർമ്മാണ വേളയിൽ KMRLന്റെ വാഗ്ദാനം. മെട്രോയുടെ അനുമതി ലഭിക്കാൻ നൽകിയ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ പോലും മെട്രോ തൂണിന് താഴെയുള്ള മീഡിയനുകളിൽ പൂന്തോട്ടമൊരുക്കാമെന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മറന്നാണ് കേവലം കാശിനു വേണ്ടി KMRLന്റെ കരാർ ലംഘനം. ഹരിതചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചി മെട്രോ തുടങ്ങിയപ്പോൾ തൂണുകൾക്ക് താഴെയുള്ള ഈ മീഡിയനുകളിൽ ചെടി നട്ടുവളർത്താൻ തീരുമാനിച്ചത്. അതിനായിട്ട് പ്രത്യേകമായി ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചതോടെയാണ് മറ്റ് ഏജൻസികളെ KMRL തേടിയത്. പക്ഷേ ആരും സമീപിച്ചില്ല. ഇതോടെയാണ് സാമ്പത്തിക താല്പര്യം മുൻനിർത്തി ഇത്തരമൊരു തീരുമാനമെടുത്തത്. പരിസ്ഥിതി പ്രവർത്തകരുടെ 20ഓളം സംഘടനകളാണ് മെട്രോയുടെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈൽ വെക്കണമെന്ന് പറഞ്ഞത്. ഈ പരസ്യക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്തോളും. ഒരു നഗരത്തിൽ പച്ചപ്പ് കാണണ്ടേ? കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, പച്ചപ്പ് കാണണമല്ലോ. അപ്പോൾ പച്ചപ്പ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കീഴെ അധികം ഉയരമില്ലാത്ത മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ NGO ക്വാർട്ടേഴ്സിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെയുള്ള മരങ്ങൾ പോലും വെട്ടി വെളുപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുമ്പോഴും പരിസ്ഥിതി സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കണിക പോലും അവർ കാണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കൊച്ചി മെട്രോയുടെ മീഡിയനുകളിലെ ഈ പച്ചപ്പ് മാറ്റി ഇവിടെ ടൈൽ വിരിച്ച് പരസ്യം സ്ഥാപിക്കാനുള്ള തീരുമാനം സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തിയുള്ളതാണ്. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് KMRLന്റെ സാമൂഹിക പ്രതിബദ്ധതയെ കൂടിയാണ്. വിനോദ് തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.